അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. കഴിക്കാൻ വേണം, ചൂടുവെള്ളവും വേണം, അത്രയല്ലേ ഉള്ളൂ, വേറൊന്നും വേണ്ടല്ലോ. 1-2 ടവല് കൂടെ കിട്ടിയാൽ നന്നായിരുന്നു. ആയിക്കോട്ടെ, എന്നാലും പോയിക്കോ. ഞാനേ നിങ്ങൾക്ക് ഭക്ഷണമെല്ലാം വാങ്ങിച്ചിട്ട് റൂമിൽ കൊണ്ടുവന്നോളാം. ശരി. ചീരുന്തയും എന്തൊക്കെയോ കണക്കുകൂട്ടലുമായിട്ടാ പോയത്. എന്നാലും അമ്മയുടെ സ്വർണം അച്ഛൻ അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം പണയപ്പെടുത്തി എനിക്ക് പണം തരണം എന്നൊന്നും ഞാൻ പറയില്ല അമ്മ. ആ, നിങ്ങൾ പറയില്ല. അച്ഛൻ പണം തന്നാ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി അതിന്റെ പിറകെ ഓടി നടന്ന് അധ്വാനിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇങ്ങനെ ചുമ്മാ നടക്കുന്നതിന്റെ സുഖം കിട്ടില്ലല്ലോ. മതിയമ്പളി, രഘുവിനെ നീ ഇങ്ങനെ അലസനും മടിയനായിട്ടൊന്നും കാണണ്ട. ഇവന്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. വീണ്ടും പണം മുടക്കി ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടിയാണ് ഇവന്റെ മനസ്സിൽ. അതെ അമ്പിളി, ഇനി പിടിപ്പ് കിട്ടുമെന്ന പരിഹാസം കേൾക്കാൻ എനിക്ക് വയ്യ. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് കാശുണ്ടായിക്കോളാം. ആ, അതൊന്നും നടക്കില്ല. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പ ജോലിക്ക് പോവാനാ? ഒരു ബിസിനസ് ആവുമ്പോ അതിന്റെ ഉത്തരവാദിത്തത്തിൽ അങ്ങ് പോയിക്കോളും. അച്ഛന് സൗകര്യം രഘുവേട്ടൻ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇനി അതിന് സമ്മതിക്കില്ല. നിങ്ങൾ എത്രയും വേഗം ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. അമ്പിളി, തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം പണയം വെച്ച് രഘുവിന് ഞാൻ പണം കൊടുക്കാം. പക്ഷേ പാരമ്പര്യമായി കിട്ടിയ ആ ആഭരണങ്ങൾ പണയം വെക്കുന്നതിന് മുമ്പ് എനിക്ക് തറവാട് വരെ ഒന്ന് പോയി മുത്തശ്ശിയുടെ അനുവാദം വാങ്ങിക്കണം. അതിന് ഞാൻ നാളെ തന്നെ പോവാം. വേണോ നീ കൂടെ വന്നോ? അമ്മയുടെ അവകാശത്തിന് വേണ്ടി കേസ് കൊടുക്കാൻ എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് ഒക്കെ വേണോന്ന് വിനയം പറയുന്നത് കേട്ടല്ലോ. അതുകൂടെ നമുക്ക് നാളെ വാങ്ങിക്കാം. എനിക്കതൊക്കെ ചോദിക്കാൻ മടിയാ, അങ്ങനെ ശീലിച്ചു പോയി. എന്നുവെച്ച് നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് നിങ്ങൾ വാങ്ങിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്റെ മക്കൾ വാങ്ങിച്ചെടുക്കണം. അപ്പോഴേ നിങ്ങൾ കല്യാശ്ശേരിയിലെ ലക്ഷ്മിയുടെ മക്കളാവും. അനു, അനു, ദാ പറഞ്ഞൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നീ എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ പഠിക്കണ്ട. കാശ് എത്രയായി? ഞാനത് അപ്പം തരാൻ മറന്നുപോയി. കാശ് പറയാം. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ പോയി വാങ്ങണ്ടേ? അന്ന് കണക്കൊക്കെ ഒരുമിച്ച് പറയാം. അഞ്ചാടി, എങ്ങനെയുണ്ട്? ഇപ്പൊ പനിയൊന്നുമില്ലല്ലോ? ഇല്ല ഇന്ദ്രേട്ടാ, ഇപ്പൊ നല്ല ഭേദമുണ്ട്. ആ, ആന്റി ആൻജിയോഗ്രാം ചെയ്തതിന്റെ റിസൾട്ട് വന്നു ഇന്ദ്രേട്ടാ. ആ, പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. തൽക്കാലം മെഡിസിൻ കഴിച്ചാൽ മതിയാവും. വാർഡിലേക്ക് ഇനി നാളെ മാറ്റൂ. അനു, അച്ഛൻ വിളിച്ചിരുന്നോ? മഞ്ചാടിയുടെ കാര്യം അദ്ദേഹം അറിഞ്ഞോ? ഇല്ല, ആരെയും ഇതുവരെ അറിയിച്ചില്ല. നാളെ എന്തായാലും വീട്ടിലേക്ക് പോവാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, അപ്പൊ പിന്നെ അറിയിക്കേണ്ട കാര്യമില്ല. ആ, എന്നാ പിന്നെ നിങ്ങൾ വല്ലതും കഴിച്ചു കിടന്നോ, ഞാൻ അങ്ങോട്ട് പോവാ. മഞ്ചാടി, ഗുഡ് നൈറ്റ്. ശരി. മോളെ, കഴിക്കാൻ എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല മോളെ. നിനക്ക് നാളെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോണ്ടതല്ലേ? അപ്പോ നിന്റെ ക്ഷീണമൊക്കെ മാറിയെന്ന് ഡോക്ടർക്കും തോന്നണ്ടേ? ദാ, ഇത് കഴിക്ക്. നിനക്ക് നല്ല ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞാ ഇന്ദ്രേട്ടൻ നല്ല കടയിൽ പോയി വാങ്ങിക്കൊണ്ടു വന്നത്. നീ കഴിക്ക്, ഞാൻ വെള്ളം എടുത്തു തരാം.
മോളെ ഇത്? ആഹാരത്തിന് മുന്നിലിരുന്ന് ഇങ്ങനെ കരയല്ലേ? എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എങ്കി ചേച്ചി വാരിത്തരാം, അപ്പൊ കഴിക്കാൻ പറ്റും. മാമനോടെ ദാ വരൂ. മാമാ മാമൻ നേരത്തെ കഴിച്ചു കാണും അല്ലേ? ആ, ഞാൻ കിടക്കാൻ തുടങ്ങായിരുന്നു. അപ്പോഴാ നിങ്ങൾ വന്നത്. പോയ വിശേഷം അറിയാമല്ലോ എന്ന് വിചാരിച്ചു. അത് കേട്ടപ്പോ ഉറങ്ങുന്നതായിരുന്നു നല്ലതെന്ന് തോന്നി. എന്ത് ചെയ്യാനാ മാമ, എല്ലാറ്റിനും ഒരു യോഗം വേണം. കിട്ടിയാലേ ബമ്പർ ലോട്ടറി ആയിരുന്നു. പക്ഷെ അവസാന നിമിഷം കല്യാശ്ശേരി തറവാട്ടുകാർ പണി തന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളെന്തായാലും വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. കേസ് കൊടുക്കണം. നല്ല വക്കീലിനെ വെച്ച് കേസ് നടത്തി കല്യാശ്ശേരിയിൽ അമ്മയ്ക്കുള്ള അവകാശം കണക്ക് പറഞ്ഞു വാങ്ങിക്കണം. അത് നിങ്ങൾ എന്താന്ന് വെച്ചാ അയക്കും. ഇനി സ്വത്ത് ചോദിച്ച് അനന്തമാഷിനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുതെന്നാ എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെയാ. മാഷ് നിങ്ങൾക്കൊക്കെ വേണ്ടിയാ തറവാട്ടിൽ പോയി ഷെയർ ചോദിച്ചത്. അവിടുന്ന് ഒരു തടസ്സം പറഞ്ഞപ്പോ മാഷിന്റെ മനസ്സും എടുത്തതിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയുടെ സ്വത്തും മുതലും മോഹിച്ച ആളല്ല അനന്തം മാഷ്. അങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് സദ്യയില്ലെന്ന് പറയുന്ന പോലെയല്ലേ മാഷോട് അവര് ചെയ്തത്? എന്റെ മാമ, ഒരു സദ്യ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അന്തസ്സായി പിണങ്ങി വന്ന് ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി 250 രൂപ കൊടുത്ത് നല്ലൊരു സദ്യ ഉണ്ണാം. അതുപോലെ പരിഭവിച്ച് ഇറങ്ങിപ്പോരേണ്ട കാര്യമാണോ ഇത്? കോടികളുടെ സ്വത്താ, കോടികളുടെ. എന്തായാലും മക്കള് സ്വത്തിന് വേണ്ടി കേസ് കൊടുക്കുന്നതിൽ എതിർപ്പൊന്നുമില്ലെന്ന് അച്ഛൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് റെഗുലേറ്റർ ഇപ്പോൾ വിളിച്ച് പറഞ്ഞായിരുന്നു. അത് തന്നെ വലിയൊരു ആശ്വാസം. കേസ് കൊടുത്ത അനുകൂല വിധി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ വിനേട്ടൻ എന്ത് ചെയ്യും? പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങണമെങ്കിൽ അതിന് കുറച്ച് പണം വേണ്ടേ? അതൊക്കെ പണം വന്ന ശേഷം സാവധാനം തുടങ്ങിയാൽ മതി. അതുവരെ വിനയൻ അവന്റെ ജോലി ചെയ്യട്ടെ. ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള ഒരു തൊഴില് ഇവന്റെ കയ്യിലുണ്ടല്ലോ. തൽക്കാലം എവിടെയെങ്കിലും ചെറിയൊരു സർവീസ് സെന്റർ ഇട്ടാ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കിക്കൂടെ വിനയ? പണ്ടത്തെ പോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും ഇപ്പൊ ആരും സർവീസിന് കൊണ്ടുവരുന്നില്ല അമ്മേ. പഴയതൊക്കെ എക്സ്ചേഞ്ച് ഓഫറിൽ കൊടുത്ത് ആളുകളൊക്കെ പുതിയതിലേക്ക് മാറുക അല്ലേ? പിന്നെ മൊബൈൽ ഫോണിനും കമ്പ്യൂട്ടറിനും ഒക്കെ കമ്പനി തന്നെ സർവീസും വാറണ്ടിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സർവീസ് സെന്റർ തുറന്നു വെച്ചിട്ട് എന്ത് കിട്ടാനാ? പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാനാ വിനയതിന്റെ പ്ലാൻ? നീ ജോലി ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് എത്ര കാലമായെന്ന് നിനക്കറിയുമോ? ചിലങ്ക തിരിച്ചു വരുന്നതുവരെ അതിനുവേണ്ടി കുറെ ഓടി. പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വന്നപ്പോ അതിലൊക്കെ ഇടപെട്ട് കുറെ നാൾ അങ്ങനെ പോയി. ഒടുവിൽ മഞ്ചാടിയുടെ വിഷയത്തോടെയാണ് അത് അവസാനിച്ചത്. ഇനി കുറെ കാലം കേസിന്റെ പുറകെ നടക്കാൻ പോയാ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നടന്നു പോവും വിനയ. അത് പോരല്ലോ. 2 പെൺകുട്ടികളെ വളർന്നു വരുന്നേ. ഇപ്പൊ ദേ ഒരാൾ കൂടെ വരാൻ പോകുന്നു. ഇപ്പോഴേ ഒരു കരുതലൊക്കെ വേണ്ടേ മോനെ? അമ്മയും മാമനും കൂടി ഞങ്ങളിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ.